പത്തനംതിട്ട അടൂർ നഗരസഭ 1-ാം വാർഡിൽ 1-ാം നമ്പർ വീട്ടിൽ 226 പേർക്ക് വോട്ടെന്ന് CPM. നഗരസഭാ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് CPM. 1-ാം വാർഡിലെ 1-ാം നമ്പർ വീട് പൊളിച്ചു കളഞ്ഞതാണെന്നും CPM നേതൃത്വം. മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ 1-ാമത്തെ വീട്ടു നമ്പറിൽ 226 വോട്ട്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ മുന്നണിയുടെ 1-ാം വാർഡിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനി ഏതെങ്കിലും തെറ്റിപ്പോയതായിരിക്കും എന്ന് വെച്ച് ഈ വാർഡാകെ പരിശോധിച്ച് ഇത്രയും ദിവസമായിട്ട്. കാരണം ഒരു അബദ്ധം പറ്റരുതല്ലോ, ഇങ്ങനെ വോട്ടർമാരേ ഇല്ല. വിവിധ ജാതി മതങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ളവർ ഒക്കെ ഉൾപ്പെട്ടതാണ് ഈ 1-ാം നമ്പർ വീട്ടിലെ 1-ാം വാർഡിലെ 1-ാം നമ്പർ വീട്ടിലെ ഈ 226 വോട്ടർമാരും. വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ കുറെ നാളുകളായി നടത്തുന്ന തിരിമറിയുടെ ഭാഗമാണ് ഇത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്നു. നന്ദുഷ ചേരുന്നു. നന്ദുഷ, എന്താണ് ക്രമക്കേട്? തന്നെ അതിഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ CPM പത്തനംതിട്ട അടൂരിൽ ഉന്നയിച്ചിട്ടുള്ളത്. അടൂർ നഗരസഭാ പരിധിയിൽ വരുന്ന 1-ാം വാർഡിലെ 1-ാം നമ്പർ വീട്ടിന്റെ പേരിൽ, അതായത് ആ വീട്ടു നമ്പറിന്റെ ആ രേഖകൾ കാണിച്ചുകൊണ്ട് 226 വോട്ടർമാരുടെ വിവരങ്ങളുണ്ട് എന്നാണ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള PB ഹർഷകുമാർ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച തെളിവുകളും വോട്ടർ പട്ടിക ഉൾപ്പെടെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. ഈ രേഖകൾ പ്രകാരം അദ്ദേഹം പറയുന്നത് വാസ്തവമാണെന്നാണ് വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കരട് പട്ടികയിലെ പിശക് അതേപോലെ തന്നെ യഥാർത്ഥ വോട്ടർ പട്ടികയിലും ആവർത്തിച്ചു എന്നാണ് ഇപ്പോൾ CPM ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതി ജില്ലാ കളക്ടർക്കും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറും നൽകിയിട്ടുള്ളതായിട്ട് CPM പറയുന്നുണ്ട്. ഏതായാലും ഇത്തരം ഒരു 226 എന്ന വലിയൊരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്ന വോട്ടർമാരിൽ മിക്കവരും അടൂർ നഗരസഭാ പരിധിയിലോ പത്തനംതിട്ട ജില്ലയിലോ താമസമില്ല എന്നുള്ള കാര്യം കൂടി PB ഹർഷകുമാർ ആരോപിക്കുന്നുണ്ട്. ഇതിൽ പലരും ഈ സംസ്ഥാനത്ത് പോലും ഉള്ളവരല്ല എന്നും പറയുന്നു. തമിഴ്നാട്ടിൽ നിന്ന് എത്തി ഇവിടെ പലപ്പോഴായി ജോലിക്കെത്തിയ ആളുകൾ പോലും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് CPM ആരോപിക്കുന്നത്. മറ്റു ചിലരാകട്ടെ ഈ ജില്ലയിൽ വിദൂര ബന്ധം മാത്രമുള്ളവരാണ്. അവർ ഇവിടെ സ്ഥിരതാമസക്കാർ പോലുമല്ല. ഈ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിൽ ആളുകളെ കയറ്റി വോട്ടിംഗ് അട്ടിമറിക്കാനുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നതായിട്ടാണ് CPM ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPMന്റെ നീക്കം. ജില്ലാ കളക്ടറെ വിവരം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ഇത് സംബന്ധിച്ച പരാതി നൽകിയതായി PB ഹർഷകുമാർ പറയുന്നു തന്നെ. ശരി നന്ദുഷ.